ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. വീണ്ടും ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷെ ഇത് രാവിലെയാണ് ഗൈസ്, രാത്രിയല്ല. ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ സാധനം ഞങ്ങൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഉമ്മയും പാപ്പയും വന്നപ്പോ ഉമ്മ കുറച്ച് ചക്ക കൊണ്ടുവന്നു. പച്ച ചക്ക, ഫുൾ ചക്കയല്ല, പൊളിച്ച് ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് ഫുള്ള് ഒറ്റയിലല്ല കിട്ടിയത്. അതിന്റെ പച്ചത്തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. പിന്നെ നമുക്ക് അതിന്റെ ഉള്ളില് മറ്റേ നടുക്കത്തെ ഒരു സ്ഥലം അതും കളഞ്ഞിട്ട് കിട്ടിയാണ്. പിന്നെ പൊല്ലയും അതിന്റെ വെളുത്ത അപ്പൊ അതും കളഞ്ഞ് നമുക്ക് ചക്കനത് നടത്തി എടുത്താൽ മതി. അപ്പം ഉമ്മ പറഞ്ഞ് ഉമ്മക്ക് കുറച്ച് ഇങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഡയലോഗിന് ഇപ്പോഴും പറയും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഗൈസ്. അതെല്ലാം പൊളിച്ചെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി ഉണ്ടാക്കണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും എല്ലാ സാധനങ്ങളും ഞങ്ങൾ വ്ലോഗായിട്ടിരുന്നു. അപ്പം ഇതും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് വിചാരിച്ചു. ഞങ്ങളെ കണക്ക് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നവരും കാണും, ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉള്ളവരും കാണും. എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഇതുങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. സത്യമായിട്ട് എനിക്കൊന്നുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ ഞങ്ങളുടെ വീട്ടില് ഞാൻ പറഞ്ഞ അരിപ്പത്തിരി, നെയ്ച്ചോറ്, ബീഫ് കറി, ഈ 3 സാധനം മാത്രം എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ഞാൻ കുഴി മടിച്ചായിരുന്നു. നെയ്സൊക്കെ പിന്നെ അറിയാമായിരുന്നു. നെയ്സായി പിന്നെ കണക്ക് തന്നെയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ വന്ന് എന്നാലും പിന്നെ ഞാൻ ഭയങ്കര മടിച്ചു. കാരണം വെച്ചാൽ ഉമ്മ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഉമ്മ 8 മണിയാകുമ്പോ ഞാൻ എഴുന്നേറ്റ് ഒരു 7 മണി 7:30 8 മണിക്ക് ആ സമയത്ത് ഉമ്മക്ക് ഓഫീസിൽ 8:30 പഞ്ച് ചെയ്യണം. ഉമ്മ 8 മണിയെല്ലാകുമ്പോഴത്തേക്കും പോകും. അപ്പോഴത്തേക്കും ഉമ്മ എല്ലാം എഴുന്നേറ്റ് സെറ്റാക്കി വെക്കും. ഞാൻ വീട്ടിൽ ഇളയ പുത്രി ആയിരുന്നുകൊണ്ട് അതിന്റെ ഉമ്മ മടിച്ചാലല്ലേ, പിള്ളേരും പൊതുവെ മടിച്ചാണല്ലോ. അതൊക്കെ ഇങ്ങനെ ഒരു ചെയ്തത്. ഇക്കയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പാചകങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഇപ്പൊ പിന്നെ വെച്ച് ഫുഡ് എന്ത് സാധനമാണെങ്കിലും ഉണ്ടാക്കും. കാര്യമുണ്ട്, അത് 10 തവണ ഉണ്ടാക്കിയാലും പിന്നെ ഉണ്ടാക്കുമ്പോ ഞാൻ യൂട്യൂബ് നോക്കി തന്നെ ഉണ്ടാക്കും എന്നേ ഉള്ളൂ. മറന്നു പോവും. ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഓർക്കത്തില്ല. ഞാൻ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും വന്നാലും നമുക്കൊരു സംശയത്തിൽ ഒരു 10 പ്രാവശ്യം ഉണ്ടാക്കിയാലും എന്നാൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി. അതിനൊരു ടേസ്റ്റിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കി കൊളവാക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഉണ്ടാക്കി പരിശീലനം. അങ്ങനെ നമ്മള് രാവിലെ വെക്കണമെന്ന് വിചാരിച്ച് പിന്നെ അനിയൊക്കെ മാറി മാറി ഇപ്പഴാ ഇത് പൊങ്ങിയത്. നമുക്ക് എല്ലാവർക്കും മാസത്തിൽ വരുന്നതൊക്കെ പീരീഡ്സ് ആയിട്ട് വയറുവേദന കൊണ്ട് തലകുത്തി മറിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് എഴുന്നേറ്റതേയുള്ളൂ. അപ്പൊ എന്തായാലും അതെല്ലാം പൊളിച്ചു വെച്ച് വെറുതെ നശിപ്പിച്ച് കളയുന്നതിനെക്കാളും ഞങ്ങൾ വിചാരിച്ചുണ്ടാകും. ചുമ്മാക്ക് രാവിലെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ വയ്യാഞ്ഞോണ്ട് മാറി കിടന്ന് നടന്നില്ല. അപ്പോഴാ പിന്നെ ഇപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി എഴുന്നേറ്റ് എന്തോ ഭയങ്കര എന്തോ വയ്യായ്മ കണക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഇടക്ക് അച്ചു ഇന്നലെ സ്കൂളിൽ നിന്ന് ഒരു കാര്യം ഒപ്പിച്ചോണ്ട് വന്ന് എല്ലാം കൂടെ എല്ലായിട്ടും ഇതിനകത്ത് കുറെ ഓട്ടോ ഒക്കെ ഓടി. ഫുൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു നമ്മൾ. വൈകിട്ട് കുറച്ചു നേരം നമ്മൾ ഉച്ചക്ക് ഇതേപോലെ ഇങ്ങനെ ഇരിക്കുമ്പം അച്ഛനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പിള്ളേർ തമ്മിൽ ഓടിക്കളിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവല്ലോ. അച്ഛനൊരു കുട്ടി തള്ളിയാണ് അച്ചു വീണ് നമ്മുടെ ഈ മുട്ടിന്റെ ട്വിസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടങ്ങി വീണ്. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വീണ് വേദന ഉണ്ട്. അപ്പൊ അവരവിടുന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ കാലില് നീര് വെച്ച് പെട്ടെന്ന് ഓടി മാറി. പെട്ടെന്ന് വെപ്രാളത്തിന് ഓടി പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് കുഴപ്പമില്ല, ഒരു ചെറിയൊരു ഈ ചതവ് ഇങ്ങനെയല്ല ഇടിച്ച് വീണേന്റെ ആ ഒരു ഇതാണ്. ആ 2 ദിവസം കഴിയുമ്പോ 2-3 ദിവസം ഇപ്പൊ കാല് നിലത്ത് കുത്താൻ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. നീര് വെക്കും. കയ്യാപ്പി ഭയങ്കര ഇന്നലെ തൊട്ടേ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പോണില്ല, ഇക്കാക്ക പോണില്ലല്ലോ, ഞാൻ പോണില്ല, ഇക്കാക്കാക്ക് റെസ്റ്റ് കൊടുത്ത് എനിക്ക് റെസ്റ്റ് ഇല്ല. പിന്നെ കരയാക്കി അത് പിന്നെ ബഹളം വെച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊയ്ക്കോളൂ. അതിന് വലിയ ഇതൊന്നും ഇല്ല. നമ്മള് കുറച്ച് കരഞ്ഞ് കാറി കൂവി സമാധാനം ട്യൂഷനും പോവും സ്കൂളിലും പോവും. അങ്ങനെ ഇന്നലെ കരുതി ട്യൂഷന് പോയിട്ട് വന്നു. കരഞ്ഞൊന്നും ഇല്ല, പോയി. ഇനി പോയിട്ട് വന്നിട്ട് വൈകിട്ട് ട്യൂഷൻ പോകത്തില്ലെന്ന് പറയും. പക്ഷെ പറയച്ചിലേ ഉള്ളു കേട്ടോ. പോണം പറ്റത്തില്ല, പോയി പറ്റത്തുള്ള പറയുമ്പോഴേ പിന്നെ അങ്ങനെ പോകും.
അങ്ങനെ ഒരു ശോകമൂക അന്തരീക്ഷമാണ് ഇന്നലെ വൈകിട്ട് തൊട്ട് ഇവിടെ. അപ്പൊ എന്തായാലും നമുക്ക് പുഴുക്കുണ്ടാക്കാം, നിങ്ങളെ കൂടി കാണിച്ചു തരാം. അതന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കി നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മത്തിക്കറി ഉണ്ട്, മാങ്ങ ഇട്ട് വെച്ചതാണ്. അതിനകത്തിപ്പോ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇതിന് വേണ്ടിട്ട് പക്ഷെ പുളിയുണ്ട്. അപ്പോൾ നമുക്ക് കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും മത്തിക്കറിയും കൂട്ടി കഴിച്ചോക്കാം. ഓൾറെഡി മത്തിക്കറി ഉണ്ട്, നമുക്ക് ഇനി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. അതുണ്ടാക്കിട്ട് നമുക്ക് ടേസ്റ്റ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, നീ കഴിച്ചിട്ടില്ല? ഞാൻ കഴിച്ചിട്ടില്ല. അല്ല, നമ്മൾ ചക്ക ഈ തേങ്ങാപ്പാലിട്ട് വേവിച്ചിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കത്തില്ല? തേങ്ങാപ്പാല് വേവിച്ചിട്ട് കഴിച്ചിട്ടില്ല? അങ്ങനെ ഞാൻ കഴിച്ചു. വലിയ ഉമ്മ ഉണ്ടാക്കി തന്നെ. അങ്ങനെ ശർക്കര ഇട്ട് കഴിച്ചിട്ടുണ്ട്. ഇത് വേവിച്ചിങ്ങനെ ശർക്കര അരിപ്പൊടി ഒക്കെ ഇട്ട് ഇങ്ങനെ കുറുക്കിയിട്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നല്ല ടേസ്റ്റ്. ഞാൻ വിചാരിച്ചു അങ്ങനെ. അപ്പൊ ഞാൻ ഉമ്മ ശർക്കര ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് തേങ്ങാപ്പാലും കൂടി വെച്ച് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. കഴിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു അവസരത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇനി ചക്ക വരണം. ഇത് ചക്ക സീസൺ നമുക്കറിയത്തില്ല. ഉമ്മാക്ക് ആരും കൊണ്ട് കൊടുത്തതാണോ? പാലയിലുള്ള ആൾക്കാരാണ് അല്ലേ? പാലയിൽ എന്തോ ഉമ്മയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അവരോട് കൊടുത്തതാണ്. അപ്പൊ ഉമ്മാക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ ഉമ്മാക്ക് അത്ര നിന്ന് കുഴക്കാനാക്കാൻ വൈകുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് കൊണ്ട് കൊടുത്തു. ഞങ്ങൾക്കിപ്പോ പാചകത്തിൽ ഭയങ്കര വൈവിധ്യം അങ്ങനെയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം എല്ലാം ഉണ്ടാക്കും. ഒരു വല്ലാത്തൊരു ഇൻട്രോ ആയിപ്പോയല്ലേ, നീണ്ട ഇൻട്രോ. അപ്പൊ ആ വട ഇൻട്രോ ഒക്കെ നിർത്തി ഞങ്ങളിപ്പോ ഫുഡ് അടിയിലോട്ട്, അല്ല ഫുഡ് അടിയല്ല, ഫുഡ് ഉണ്ടാക്കലോട്ട് തുടങ്ങാം. ചക്കയൊക്കെ ഞങ്ങൾ നേരത്തെ ആദ്യം കണ്ടല്ലോ നിങ്ങള്, കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ അത് വേവിക്കുക, അതിനകത്ത് തേങ്ങ ഇടുക, സെറ്റ് ആക്കുക പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിലോട്ട് കടക്കാം. അങ്ങനെ ഇതാണ് ഉമ്മ തന്ന ചക്ക. നമ്മളത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ചക്കയും നല്ല കുഞ്ഞു കിളുന്ത് ചക്കയാണ്ട് ഇതിന്റെ ചക്കക്കുരുവൊക്കെ നല്ല രസമുണ്ട്. നല്ല പഞ്ഞാണ്. വെന്തുടഞ്ഞു പോവാന്ന് അറിയത്തില്ല. ആദ്യമേ ഞങ്ങള് വിചാരിച്ചു കുക്കറിലിട്ട് അടിക്കുന്നത്, പക്ഷെ കുക്കറിലിട്ട് അടിക്കേണ്ടി വരത്തില്ല. ഈ കാണുന്ന ഞങ്ങൾ വിചാരിച്ചു ഈ ഇതിന് സാധ്യത നല്ല കട്ടി. അപ്പൊ ഞങ്ങള് വിചാരിച്ച് മൂത്തതായിരിക്കും, പക്ഷെ അല്ല. ഇതെന്താ കിളുന്ന് തീരെ കിളുന്ന്. ഞങ്ങൾ ഉടഞ്ഞു പോകും സംഭവം. ഞങ്ങൾ ആ ചക്കയുടെ ഉള്ളിൽ തന്നെ ചക്കക്കുരു എടുത്തപ്പോ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ, ഓടിക്കുമ്പോ തന്നെ വെള്ളം വീഴുന്നുണ്ട്. അപ്പൊ നമുക്കിത് ആദ്യമേ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ബാക്കി തേങ്ങ ചുമൽ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാം. നമ്മുടെ സ്ഥിരം പാത്രം, നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന, ബിരിയാണി ഉണ്ടാക്കുന്ന, ചിക്കൻ പൊരിക്കുന്ന ഈ പാത്രത്തിൽ തന്നെയാണ്. ഇതിലോട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഗായ്സ്. ചക്ക ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഉപ്പിടുക, മഞ്ഞപ്പൊടി ഒരു കുറച്ച് വെള്ളം. എനിക്ക് തോന്നുന്നു ഇത് അധികം എല്ലാ സാധനവും വേവിക്കുന്ന പോലെ ഉപ്പും മഞ്ഞളോടെ ഇട്ട് വേവിക്കുക, അത്രേ ഉള്ളൂ. ഇത് നല്ല മഞ്ഞ കളർ ആണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഇടുക, കുറച്ച് മഞ്ഞൾ കുറച്ചിടുക. ഇത് മിക്കവാറും മഞ്ഞ കളറിന്റെ ആറാട്ടായിരിക്കും. ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളം ഒഴിക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വെച്ചേക്കാം. കണ്ടോ, ഒരു തുള്ളി മഞ്ഞക്കളർ ഉണ്ടായില്ല. അത് വെന്ത് വരും. മഞ്ഞക്കളർ നമുക്ക് നോക്കിയിട്ടില്ല. മിക്കവാറും മഞ്ഞപ്പൊടിയുടെ കോശയാത്രയായിരിക്കും. നമുക്ക് നോക്കാം. അനിയ പറയുന്നതിന് ഭയങ്കര മഞ്ഞക്കളറായിരിക്കുന്നു, ഞാൻ പറയുന്നതിന് തീരെ മഞ്ഞക്കളർ ഉണ്ടാവില്ല. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, ഇത്ര മതിയാവോ? ഇട്ട് നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ച് സ്റ്റൗ ഓണാക്കാൻ പറഞ്ഞു. സ്റ്റൗ ഓണാക്കിയിട്ട് ഇടക്കിടക്ക് ചില കഷ്ണങ്ങളൊക്കെ നല്ല വല്ല കട്ടി കിടപ്പുണ്ട്. നോക്കാം, കുക്കറിലിട്ട് അടിക്കേണ്ടി വരുമോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ആ ചക്കക്കുരു കണ്ടുകൊണ്ടാണ് കുക്കറിലിട്ട് അടിച്ചിന് വെന്തോളൂ. ശരിക്കും നമുക്കൊന്ന് ഇച്ചിരി കടിക്കാൻ പരുവത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പാത്രത്തിൽ വേവിക്കാൻ വിചാരിച്ചു. ചക്ക വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ നമുക്ക് അതിനുള്ള തേങ്ങ ചെരണ്ടി എടുക്കാം. എല്ലാ പ്രാവശ്യവും
നെയ്സാണ് സ്ഥിരം തേങ്ങ ചുരുട്ടുന്ന ആള്. അപ്പൊ ഞാൻ വിചാരിച്ചു തേങ്ങ ചുരുട്ടിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു. അതാ ഞാൻ തേങ്ങ ചുണ്ടിക്കൂടെ. ഇന്നെന്തോ വയ്യാത്തോണ്ടാണ് ഭയങ്കര എന്തോ തലവേദനയൊക്കെ തല പറ്റി പിടിക്കും. ഒരു മൂകത പിടിച്ച ദിവസമാണ് ഗൈസ്. വ്ലോഗിന് അതേപോലെ ഒരു അപാകത ഉണ്ടാവും. തേങ്ങ ചിരമ്പോ തേങ്ങ ചിരണ്ടുക അല്ല ചുരണ്ടുക ചിരണ്ട തേങ്ങ നമ്മൾ അതിനകത്തുനിന്ന് സാധനം തേങ്ങ ചിരണ്ടുക. ആ സമയത്ത് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇതിലില്ല. വേറെ എനിക്കാണെങ്കിൽ ഉണ്ടാവും. അതിന്റെ അത് വേഗം ചക്ക അവിടെ ഇരുന്ന് ഇത് തേങ്ങ ഇത് ചിരണ്ടിയാൽ മാത്രം അതിന്റെ അത് ബാക്കിയുള്ള സാധനമൊക്കെ ഇട്ടിട്ട് അതിന്റെ അകത്ത് ഇടാൻ അവിടെ നമുക്ക് അവിടെ ചക്ക തിളക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് ആദ്യം പോകുന്നത് കാണാൻ പറ്റും. അതിന്റെ ഇടക്ക് ഇളക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ശരി, അനിയൻ പറഞ്ഞ പോലെ അതിന് ചെറിയ മഞ്ഞകളൊക്കെ വരുന്നുണ്ട്. തുടങ്ങി ആവശ്യത്തിനുള്ള മഞ്ഞളുണ്ട്. വെറുതെ എന്നെ പറഞ്ഞ് കാണത്തില്ല ആൾക്കാണ് ഭയങ്കരം. അനിയൻ പറഞ്ഞത് ശരിയാണ് ഗൈസ്. കണ്ടോ, അതിന് മഞ്ഞക്കളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഒരു ശോകം മുഖമായി പോയി. പക്ഷെ തുടങ്ങിയോണ്ട് ഞങ്ങൾ എന്തായാലും ഇത് എടുത്ത് തീർക്കുവാണ് അല്ലേ. ശോകമുഖം വയ്യാത്തതിന്റെ ശോകമുഖമാണ്. അല്ല എന്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും വയ്യ. പിന്നെ ഞങ്ങൾക്ക് അറിയാത്ത എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇതായിട്ട് മാത്രം വേണമെന്ന് വെക്കണ്ടല്ലോ. അങ്ങനത്തെ നമ്മുടെ ചക്ക ഈ ഒരു കളറിലായിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി അനിയ വെള്ളം ഒഴിച്ചതിൻ്റെ അകത്ത് ചക്കക്ക് അത്യാവശ്യം വേവുണ്ട് ഗൈസ്. കുക്കറിൽ തന്നെ അടിച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് മൂടിയിരുന്ന് വേകട്ടെ. ആദ്യം ഒരു മുറി തേങ്ങ ചിരണ്ടിയപ്പം അത് മതിയല്ലേ എന്ന് വിചാരിച്ച് അതിൽ നിന്നെടുത്ത് കുറച്ചൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴും ഓർത്താ എങ്കിൽ ഈ അടുത്തേം കൂടി ചിരണ്ടാന്ന്. അങ്ങനത്തെ അടുത്തേം കൂടി എനിക്ക് ചിരണ്ടുന്നുണ്ട്. വരുമ്പം എന്തുമാത്രം ആവുമെന്ന് അറിയില്ല. അതുകൊണ്ട് അടിച്ചിട്ട് ചുരണ്ട് വെച്ചേക്കാം. അങ്ങനെ ആവശ്യത്തിന് എടുക്കണം. വെന്ത് ഇത് അയ്യോ ഉടയോ ഇല്ലേന്ന് അറിയത്തൊന്നുമില്ല. നമുക്ക് നോക്കാം. അതെ, കുക്കറി ഇട്ടാ ഉടഞ്ഞു പോകുന്നു വിചാരിച്ചിട്ടാണ് ഇതിൽ വെച്ചത്. അതിൽ വെച്ചിട്ട് അത് വേഗുന്നില്ല. ഒരനക്കവും ഇല്ല നിൽക്കുന്നതാണ്. ഇപ്പൊ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ആ മൂടി ഉള്ളത് വെള്ളം കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി വേഗമായിരിക്കും. കുക്കറിലായിരുന്നു ഒരു പക്ഷെ ഇപ്പൊ സംഭവം സെറ്റ് ആയിരുന്നു. നമുക്കറിയത്തില്ലല്ലോ, നമുക്കെല്ലാം പരീക്ഷ നോക്കണ്ടേ. കുഴക്കുന്ന പോലെ തന്നെ ആയിരിക്കുമല്ലേ ചക്കയും കുഴക്കുന്ന ആണെന്നാ തോന്നുന്നു. അപ്പയും ചക്കയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം എന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങളുടെ നിഗമനം എന്താണ്? നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. കപ്പ കുഴക്കാനായിട്ട് മറ്റേ ജീരകം കൊടുത്ത് അത് ജീരകം ഇടും നമ്മൾ തോരത്തിന് അരക്കുന്നതൊക്കെ തന്നെ. ചെറിയ ഉള്ളി എന്തോ വെളുത്തുള്ളി കപ്പക്കുഴ ജീരകം ഇടത്തില്ല. കപ്പക്കുഴ ഞാൻ ഉദ്ദേശിച്ച കഞ്ഞിയുടെ കൂടി കുടിക്കുന്ന പോലെ. അറിയത്തില്ല, എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് ഇടുമായിരിക്കണം. കപ്പയും പയറും കടല അങ്ങനെ കുറെയൊക്കെ കഞ്ഞി അഞ്ചിന് കുടിക്കില്ലേ, ആ കഞ്ഞിയുടെ കൂടെയുള്ള കപ്പക്കുഴ. അതുപോലെയാണ് ചക്കക്കുഴ ഉഴുക്കുണ്ടാകുന്നത്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കപ്പക്കുഴയും ചക്കക്കുഴയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയ പറയുന്ന എന്ത് വെളുത്തുള്ളി ഇടുവന്ന്. ചക്ക കുഴക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, ജീരകം ഇട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കുഴക്കാൻ ഞാൻ കണ്ട. ചക്കക്ക് അത് കപ്പ അങ്ങനെ തന്നെയല്ലേ വെക്കുന്ന? കപ്പക്ക് ജീരകം ഇടത്തില്ലല്ലോ. കപ്പക്ക് പിന്നെ തേങ്ങയുടെ അകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കപ്പ വെക്കും. കപ്പ മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ചിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ വറവ് പൊട്ടിച്ചെടുക്കും, അതിങ്ങനെ കുഴച്ചെടുക്കും. അതൊരു കപ്പക്കുഴയാണ്. അതല്ലാതെ തേങ്ങ ഇടും. തേങ്ങ ഇട്ടിട്ട് തേങ്ങയുടെ അകത്ത് ഉള്ളി
വെളുത്തുള്ളി ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഉള്ളിയും പച്ചമുളകും ഇട്ട് മറ്റേ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിനകത്ത് ജീരകം ഇടുമെന്ന് എനിക്കറിയത്തില്ല. കപ്പോടൊക്കെ നെയ്സാ പറയുന്നത് ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. നെയ്സാടെ പാചകം ആയിരിക്കും. ഇതില് ജീരകം ഇടുക? അതിലിടും ജീരകം. അപ്പൊ കപ്പക്ക് ജീരകം എനിക്കറിയില്ല. കപ്പക്ക് ജീരകം ഇടുക. കാഴ്ച ഏകദേശം തേങ്ങയും ഇതും ഇതൊക്കെ ഇട്ട സാധനം മഞ്ഞ കളറിരിക്കും. ആ തേങ്ങ ഇടും, കപ്പ ഇടൊക്കെ തേങ്ങ ഇടും. ജീരകം ഇടുക ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അനി പറയുന്നത് ഇടുവെന്ന്. നിങ്ങള് എങ്ങനെയാണ് കപ്പയും ചക്കയും കുഴക്കുന്നത്? കപ്പയില് ജീരകം ഇടത്തില്ല. ഇനിയിപ്പോ ചക്കയിൽ എടുത്തുള്ളൂ. താങ്കളാ പറഞ്ഞ കപ്പയിൽ ഇടുവന്നു. കപ്പയിൽ ജീരകം ഇടുവെന്നല്ല പറഞ്ഞു. പിന്നെ രണ്ട് ഏകദേശം ഒരേപോലെയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞ കപ്പയില് ജീരകം ഇടത്തില്ല, ചക്കയിൽ ഇടും ജീരകം. നിങ്ങൾ കേട്ട് നോക്കണം. ഈ കുട്ടി തന്നെയാണ് പറഞ്ഞത് കപ്പയിൽ ജീരകം. ഞാൻ ആ പറഞ്ഞ കപ്പയിൽ ജീരകം ഇടത്തില്ല. ജീരകം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. രണ്ടും ഏകദേശം ഒരേപോലെ ചെയ്യുന്നത്. കപ്പയും ചക്കയും തമ്മിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോ കപ്പപ്പുഴുക്കില് ഇടുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. മറ്റേ കഞ്ഞി 5 കിട്ടുന്ന കപ്പപ്പുഴുക്ക്. കേട്ട് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഈ പറഞ്ഞ സാധനമൊക്കെ ഇടുമോന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഞങ്ങളുടെ ഇന്നത്തെ പുഴുക്ക് വല്ലാത്തൊരു പുഴുക്കായി പോകും, അത് ഉറപ്പാ. കുക്കറി അടിക്കേണ്ട സാധനമായിരുന്നു. അത് വേഗുന്ന എന്തുവാന്ന് ആ ഘട്ടത്തിലോട്ട് കടന്നിട്ടേ ഇല്ല ചക്ക ഇതുവരെ. കാണുവാണെ കിട്ടും. ഞങ്ങൾ ഗ്യാസ് മിക്കവാറും പറയാൻ പോകും. 2:55 ഗൈസ്. 3:30 കയ്യപ്പിനെ വിളിക്കാൻ പോകുമ്പോ വേണം എനിക്ക് ഇതുകൊണ്ട് ഉമ്മാക്ക് കൊടുക്കാനായിട്ട്. ആവത്തില്ലേ? അപ്പൊ ട്യൂഷനാക്കാൻ പോകുമ്പോ കൊടുക്കാം. ഉച്ചക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഉച്ചക്ക് കൊടുക്കാം. രാവിലെ പറഞ്ഞു ഉച്ചക്ക് കൊണ്ട് തരാന്ന് പറഞ്ഞു. പക്ഷെ അത് വയ്യാത്തോണ്ടാണ് നമ്മൾ മടുത്ത് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞു കയ്യാപ്പിടെ സ്കൂളിൽ വിളിക്കാൻ വരപ്പോ കൊണ്ടുവരാത്ത. അത് നടക്കത്തില്ല. അത് ചക്ക നമ്മളെ ചതിച്ചു വേഗല്. പക്ഷെ കുക്കറിൽ അടിച്ച പറഞ്ഞിട്ട് കാര്യങ്ങളാ. മൂടി തന്നെ ഇരിക്കട്ടെ. കിളുന്ത് ചക്കയാണ് പോലും. കിളുന്ത് ചക്ക വെന്തുടഞ്ഞു പോകും അത്രേ. ഉച്ചക്ക് കിടക്കാന്ന് വിചാരിച്ചു. കിടക്ക എന്താ നടക്കത്തില്ല. 3 മണി. വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ ഈ സാധനം ഒന്ന് വെന്ത് കിട്ടിയത് പെട്ടെന്ന് പണി തീർക്കരുത്. പക്ഷെ എന്താ വേഗന്നില്ല. എനിക്കതിപ്പോ തേങ്ങയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. ഞാൻ ഒരു കുഞ്ഞി തേങ്ങാക്കത്തിലപ്പോ മറ്റേ ഒരു പിടി എടുത്ത് വാലോട്ടിട്ടുള്ളൂ. കപ്പയുടെ സീസൺ വരാതെ നമ്മൾ ഈ വഴി കൂടെ പോകാനായിട്ട് മറ്റേ ചക്ക ബജി അല്ല ചക്ക ബജി സീസൺ വരുമ്പോ ചക്ക ബജി. ചക്കയുടെ സീസൺ വരുമ്പോ നമുക്ക് കേട്ടോ നോക്കാം. ചക്കയുടെ സീസൺ വരാൻ നേരത്തെ ഈ ചക്ക ബജിയൊക്കെ പൊരിക്കുന്ന എന്താണ് ഞങ്ങളിവിടെ എല്ലാവർക്കും ചക്ക ബജി ഭയങ്കര ഇഷ്ടം. സീസൺ ആകുമ്പോ ഈ പൊരിക്കുന്ന മണം കേൾക്കുമ്പോ മിക്കവാറും മേടിച്ചോണ്ട് വരും. പിന്നെ ആരെങ്കിലൊക്കെ തരുമ്പോഴത്തേക്കും ഞങ്ങൾ അത് വെച്ച് അടയ അങ്ങനെയുള്ള സാധനം. പക്ഷെ ഇപ്പൊ ചക്കയുടെ സീസണാന്ന് എനിക്ക് അറിയത്തില്ല. നല്ലതാ തോന്നാം. ഇത് ആദ്യം മാവുണ്ട്. മാങ്ങയൊക്കെ പിടിക്കുന്ന സമയമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടില് മാവേലൊക്കെ ഈ പൂവൊക്കെ വന്നു തുടങ്ങി. ഈ ചക്ക ഈ അടുത്ത കാലത്തൊന്നും വേഗമൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഈ ചക്കേനെ ഞങ്ങൾ അടുത്ത കുക്കറിലോട്ട് മാറ്റാൻ പോവാണ്. നിങ്ങൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ചക്ക ആദ്യം കുക്കറിൽ തന്നെ വേവിക്കണം. വെന്തുടഞ്ഞു പോവേണ്ട ചക്ക ഞങ്ങൾ വീണ്ടും കുക്കറിലോട്ട് ഇടുകയാണ്. ചിലർക്ക് വെന്തു പോകുന്ന ഇഷ്ടമല്ല. വെന്തു പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുക്കറിൽ വേവിക്കണം. അല്ല നിങ്ങൾ പാത്രത്തിൽ വേവിച്ചാൽ മതി. ഞാൻ അവരോട് പറഞ്ഞു കുക്കറിൽ വേവിച്ചാൽ മതില്ലേ വേവിച്ചില്ല. ഇത്രയും ടെസ്റ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല.
ഇത് പകുതി വെന്തിരിക്കുന്നുണ്ട്. ഇനി എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഉടയുമായിരിക്കും. നമുക്ക് ഒരു ഫിസിലടിച്ചിട്ട് നോക്കാം. നമുക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെയും അതിനകത്ത് ഇപ്പുറത്തോട്ട് ചാടി. നമുക്ക് ആ സമയത്ത് കയ്യാപ്പിനെ വിളിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് തേങ്ങയൊക്കെ അരിച്ചെടുക്കാം. നമുക്ക് ഇത് കുക്കറിൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ തേങ്ങ ശരിയാക്കി എടുക്കാം. തേങ്ങ കൂടുതലാണ്. തേങ്ങ ഇട്ടു. ഉള്ളി കഴിഞ്ഞ ദിവസം ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് സമാനിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും നല്ല കുഞ്ഞുള്ളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലെല്ലാം ഇട്ടത് പൊളിച്ച്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പൊളിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുണ്ടാവുകൊണ്ട് പ്രത്യേകിച്ച് പൊളിക്കേണ്ടി വന്നില്ല. പിന്നെ വെളുത്തുള്ളി ഇട്ടു. ജീരകം, പിന്നെ കുറച്ച് ഉള്ളി ആ സാധനം ഇട്ട്, പിന്നെ ജീരകം, ശകലം ചെയ്യണം. അത്രയും വേണ്ട, മതി. ഇനി നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്. ഇതില് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ടല്ലോ അല്ലേ? പേരിനിടാം. നമുക്കത് ഇപ്പൊ വെള്ളം ഒഴിച്ചുകൊണ്ട് അത് എന്തുമാത്രം സെറ്റ് ആകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വലിയ പച്ചമുളക് 2 പച്ചമുളക് ക്രഷ് അരച്ചെടുക്കണ്ടല്ലോ, ചതച്ചെടുത്താൽ മതി. നല്ലപോലെ ചതച്ച് വെച്ചാണ്. ഇനി അത് വെന്ത് ഇതിനകത്തോട്ടിട്ട് നമുക്ക് കടുകൊക്കെ താളിച്ച് വെച്ചാണ്. അതൊന്ന് വെന്ത് കിട്ടണം. പാചകങ്ങൾ പരീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടക്കിടക്ക് അബദ്ധം പറ്റും. അതിടക്ക് ഇന്നും കിട്ടി പണി. അതൊന്ന് വെന്ത് കിട്ടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ചക്ക അരിഞ്ഞ് കുക്കറിൽ വേവിക്കുക. നല്ലപോലെ വെന്തോടാൻ ഇഷ്ടമല്ലാത്തൊരു പാത്രം തന്നെ വേവിച്ചാ മതി. ഇല്ല, ഈ കുക്കറിൽ വേവിക്കുക. കുഴഞ്ഞിട്ടല്ലേ? ചിലർക്ക് ഇഷ്ടമല്ല. ഞാൻ യൂട്യൂബിൽ ഞാൻ പറഞ്ഞേ ഇതിനൊക്കെ സാധനം ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. നമ്മുടെ സ്വന്തം യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു 75% വെന്തൊടഞ്ഞിരിക്കുന്നതാണ്. ചിലത് നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ ഈ ചക്ക നമ്മൾ പുളിച്ച് കുഞ്ഞു ഞാൻ മുറിച്ചില്ല, അതേ കണക്ക് തന്നെ ആ ഒരു ഇതിൽ നിൽക്കുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇങ്ങനെ കുഴച്ച് കഴിക്കാം. നമുക്കതവിടെ ഇഷ്ടം. ഇഷ്ടമുള്ള ആരും കഴിച്ചില്ല. ഞങ്ങള് പണ്ട് കഴിച്ചിട്ടു. ഇവിടെ പിള്ളേരൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കുമ്പോ എന്തായാലും അങ്ങനെ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ചെയ്യാം. ഒന്നേ കുക്കർ അല്ലെങ്കിൽ ഇതില് വെന്തൊടണെങ്കിൽ കുക്കറിൽ, വെന്തൊടേണ്ട താല്പര്യമുള്ള ഒരു പാത്രത്തില്. പിന്നെ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില മറന്നുപോയി. കറിവേപ്പില ലാസ്റ്റ് പൊട്ടിക്കാൻ വേണം. എന്നിട്ട് ഇതെല്ലാം കൂടി ചതച്ച് ചമ്മന്തി പോലെ ആക്കണ്ട, അല്ലാതെ ഇനി ചതച്ച് തോരത്തിന് എടുക്കുന്ന പോലെ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴക്കുക, വറ പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് നമുക്ക് തേങ്ങ ഇട്ട് നല്ലപോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുത്തതിന് ശേഷം ചക്ക ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ അതിന് വേറൊരു ടേസ്റ്റാണ്. അത് ലാസ്റ്റ് എടുക്കുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പുറമേ കൂടി ഒഴിച്ചെടുക്കാം. അപ്പൊ ഒന്നും കൂടെ ടേസ്റ്റ്. ഇപ്പൊ 2 മെത്തേഡ് കിട്ടിയില്ലേ? ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യും. ചിലര് ചക്ക വേവിച്ചിട്ട് അതിന്റെ പുറത്ത് അരപ്പിട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയോട് ചെയ്ത് നോക്കാം. എല്ലാം പരീക്ഷണങ്ങളാണല്ലോ, അപ്പൊ ഇതും പരീക്ഷിച്ച് നോക്കാം. ഓക്കെ. പണിപ്പാളി ഗായ്സ്, അനിയൊക്കെ അപ്പിനെ വിളിക്കാൻ സ്കൂളിൽ പോയി. ഇതിപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കി. സോ അതുകൊണ്ടിട്ട് ആദ്യം നമുക്ക് ഈ ചക്ക ഒരു 3 വിസിൽ കുക്കറി അടിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വിസിൽ പോയി നോക്കാം ആദ്യം. യെസ്, പോയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം.
ഫോൺ ഒരു കൈ പിടിച്ചുകൊണ്ട് കുക്കർ ഓപ്പൺ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് വെന്ത് കേട്ടോ. ഇത് ഉടഞ്ഞു പോയിട്ടില്ല. ഇത് ഉടയാത്ത ടൈപ്പ് സാധനം തോന്നുന്നു. ഇത് കണ്ടോ? എന്താ നോക്കാം. ഇങ്ങനെ അമുങ്ങി വരുന്നുണ്ട്. വെന്തിട്ടുണ്ട്. ഇത് മറ്റേ കൂഴച്ചക്ക, വരിക്കച്ചക്ക അങ്ങനത്തെ എന്തോ സാധനം. ഇത് വരിക്കച്ചക്കയാന്ന് തോന്നുന്നു. അതായിരിക്കും കുഴയാത്തത്. പക്ഷെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ അനിയ പറഞ്ഞ പോലെ തന്നെ തേങ്ങ ആദ്യം മൂപ്പിച്ചിട്ട് ഈ സാധനം ഇടാം. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് തിരിച്ചാണ്. ഇത് വേവിച്ചിട്ട് ഇതിന്റെ പുറത്ത് തേങ്ങ ഇടലാണ്. അനിയ പറഞ്ഞു പോയ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് തേങ്ങ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാം. അനിയ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്യാം. ആ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ചായക്ക് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കുറച്ച് വെള്ളം കട്ടൻ കാപ്പി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വെന്ത ചക്ക. ഇത് ചക്ക കുഴക്കേണ്ട പാത്രം. ഈ പാത്രത്തിലാണ് നമ്മൾ നേരത്തെ ചക്ക വേവിക്കാൻ വെച്ചത്. ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വറ പൊട്ടിക്കാനായിട്ടും കൂടി എണ്ണ വേണം. എണ്ണ ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര എണ്ണ ഇപ്പം. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. എന്ത്? നമ്മുടെ ഈ തേങ്ങ ഈ എണ്ണയുടെ അകത്ത് മൂപ്പിച്ചെടുക്കാം. ഞാൻ സെൽഫി സ്റ്റിക്കുമായിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുവാണ്. ഇതിലോട്ട് ബാക്കി തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഒരു മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കുഴച്ച് മറിച്ച് നമ്മുടെ ചക്കപ്പുഴുക്കാക്കി എടുക്കാം. പിന്നെ ഇന്ന് രാവിലെ അനിയ കൊണ്ടാക്കിയപ്പം രാവിലെ ഞാൻ കൊണ്ടാക്കുമെങ്കിൽ വൈകിട്ട് അനിയെ പോയി വിളിക്കും. രാവിലെ അനിയാണ് ആക്കുമെങ്കിൽ വൈകിട്ട് ഞാനാ പോയി വിളിക്കുന്നത്. ഇന്നിപ്പോ രാവിലെ അനിയ കൊണ്ടാക്കിയത്, വൈകിട്ട് ഞാനാ ചെല്ലേണ്ടത്. വരുമ്പോ കേൾക്കാം, താൻ എന്താ എന്നെ വിളിക്കാൻ വരാഞ്ഞെന്ന് വിളിക്കും. ഇങ്ങോട്ട് നീങ്ങി നിൽക്കും. ഞങ്ങളുടെ കാല് മുട്ടിന് എങ്ങനെ ഉണ്ട് വേദന ഇപ്പൊ? അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നിരുന്ന് അവിടെ കിടന്ന് മടുത്തിട്ടാന്ന് തോന്നുന്നു എഴുന്നേറ്റ് വന്നത്. ഇവിടെ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഏറെക്കുറെ മൂത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി മൂക്കട്ടെ. ആ സമയത്ത് ഇവിടെ കട്ടൻ കാപ്പി സെറ്റായി. അപ്പൊ ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ ചക്ക ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഞാൻ കുറച്ച് ചക്ക ഇട്ടുള്ളൂ ആദ്യം. ബാക്കിയുള്ള ഈ ചക്കയും ചക്കയുടെ അകത്തുള്ള വെള്ളവും ഇട്ടു. ഈ വെള്ളത്തിന്റെ അകത്തിരുന്നാണ് തോന്നുന്നത് ഇത് കുഴഞ്ഞു വരുന്നത്. യെസ്, ഈ വെള്ളം ഇതിൻ്റെ അകത്തിരുന്ന് വെന്ത് വരുമ്പം കറക്റ്റ് ചക്കപ്പുഴുക്കാവും. അനിയില്ലാതെ ഞാൻ ഒറ്റക്ക് വീഡിയോ എടുത്തിട്ട് ഒരു രസമില്ല ഗൈസ്. എന്തോ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ഒരു 10 മണി
വരേണ്ട ടൈം ആയി കാണുന്നില്ല, പക്ഷെ ഇപ്പൊ എത്തും. അനി വരുമ്പോ ഇത് കുഴഞ്ഞു വരുവാന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ രീതിയിൽ ഉപ്പ് സെറ്റാണ്. അനിയ വന്നിട്ട് അനിയുടെ ഒരു ഉപ്പിന്റെ ഇത് നോക്കാം നമുക്ക്. ആ താനെ തിരക്കിയ എന്തായിരിക്കും അടുത്ത് ഞാൻ പറഞ്ഞില്ലേ. ഉമ്മി എന്ത് ഉമ്മി വരുന്നുണ്ട്. ഇപ്പൊ എന്തിനാ കേട്ടോ ഓടി വന്നത്? എനിക്ക് തവീത് വെതക്കുവായില്ലേ. വേറെ ഒന്നിനല്ല ഇത് പൊട്ടിച്ചു കൊടുക്കാന്. പൊട്ടിച്ചതാ. അനിയൻ വന്നു ഗൈസ്. അനിയൻ അടുക്കളയിലോട്ട് കണ്ടില്ല, കയ്യാപ്പയാണ് ആദ്യം വന്നത്. അനിയാ ആ വെള്ളം പറ്റണം. എന്താ വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചതല്ല. എന്തില്ല എന്നിട്ട് കുഴഞ്ഞില്ലേ? അനിയെ കഴിക്കാനായിട്ട് റെഡിയായി വന്നതായിരുന്നു. വേഗത്തെ ചക്കയാന്ന് തോന്നുന്നു. അച്ഛൻ മഞ്ഞപ്പൊടികൾ ഇടും. ഉപ്പൊക്കെ ഉണ്ടോ? എന്റെ അളവിൽ ഉപ്പ് റെഡിയാണ്. ഇനി അനിയുടെ അളവിൽ നോക്കിയാൽ മതി. ഇല്ലേ ഇല്ലേ കുറച്ചുകൂടെ കാണും. ഇത്ര വേഗത്തുള്ളൂ. ഊഴച്ചക്കയാണെങ്കിലും കുഴഞ്ഞു വരത്തുള്ളത്. ഇനി ഈ വെള്ളം വെച്ച് വന്ന് നമുക്ക് വറുപൊടിച്ചാൽ മാത്രം മതി. ഏറെക്കുറെ നമ്മുടെ പുഴുക്കില് കുഴഞ്ഞു വരുന്നുണ്ട്. ആ വെള്ളത്തിൽ കിടന്നത് വെന്ത് ഇപ്പൊ ഇത്തിരി ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മാറ്റി. പൊട്ടിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. പൊട്ടിച്ചിട്ടായിരുന്നു ഗൈസ് തേങ്ങ ഇടണ്ട. പക്ഷെ അതില്ലാതെ ചുമ്മാ എണ്ണ ചൂടാക്കിട്ടേക്കാം. കേട്ടില്ല, വിട്ടുപോയി. അപ്പൊ വറ പൊട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പൊ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കറിവേപ്പില പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച്. ഇപ്പോൾ പിന്നെ നോക്കുമ്പോ അറിയുണ്ടാവും. ചിലപ്പോ ഇത് ഞങ്ങൾ ഇത്ര പരീക്ഷ ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ഇനി ഇതിങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയില്ലായിരുന്നു. അതിൻ്റെതായ അപാകതകളെല്ലാം ഇതിനുണ്ട്. ഫൈനലി അങ്ങനെ ഞങ്ങളുടെ പുഴുക്ക് ഇവിടെ റെഡിയായി ഗൈസ്. ബാക്കി അനിയ വന്ന് അനിയുടെ പൊടിക്കൈകൾ എല്ലാം കൂടി ഇട്ടപ്പോ പുഴുക്ക് സെറ്റായി. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ റെഡി. നേരത്തെ ഞങ്ങള് വിചാരിച്ച പാലിപ്പ് ഞങ്ങളെ മിക്കാറും ബാക്കിയുള്ള ഡിഷസ് പോലെ അത്ര അങ്ങോട്ട് സംതൃപ്തി വന്നിട്ടില്ല. ബാക്കി ഞങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കും. സൂപ്പർ ടേസ്റ്റ്. എന്നാലും ഞങ്ങള് ഇനി ഉണ്ടാക്കിയതിന്റെ അപാകതയാണോ എന്ന് അറിയത്തില്ല. എന്നാലും ഓക്കെ, സൂപ്പർ എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇനി ഇതിങ്ങനെ ഞങ്ങള് കഴിച്ചിട്ടുള്ള കപ്പപ്പുഴുക്കൊന്നും ഇങ്ങനെ എല്ലാം എപ്പോഴും വിജയിച്ച് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഇടക്കിടക്ക് പാളിപ്പോന്നൊക്കെ ഇടണ്ടേ. ഞങ്ങൾ അതുകൊണ്ട് മീൻകറി കൊട്ടി തിരുന്നില്ല, വെറുതെ കഴിച്ചു നോക്കുന്നത്.
ഏകദേശം കുഴ കണക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് നൈസ. ഇനി നമുക്കത് കഴിച്ചു നോക്കാം. നല്ല തിളച്ചിരിപ്പോൾ അണ്ണാക്ക കൊള്ളുവാന്ന് അറിയത്തില്ല. ഇരുന്ന് കഴിഞ്ഞപ്പം കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. ഇന്നിപ്പം കൊള്ളാം, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങക്ക് ഈ ഉണ്ടാക്കുമ്പോ ആദ്യമേ സക്സസ് ആയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇദ്ദേഹത്തിന് ഒന്ന് 2 റോസ്റ്റ് പേപ്പർ ഇതിനൊക്കെ വെച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. കുറച്ചപ്പോൾ കുഴപ്പമില്ല, ഇപ്പം കൊള്ളാം. ചെറിയ ഇത് ടേസ്റ്റ് ആയി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പാചക പരീക്ഷണം പകുതി ചീറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് തന്നെ അറിയാതെ ഞങ്ങൾ തന്നെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത്. ഇത് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇതിങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ചക്ക കിട്ടുമ്പോ ഉണ്ടാക്കുക. അതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.